ശാസ്താംകോട്ടയിൽ പ്രതിഷേധ ദിനാചരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിലും ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യം നൽകാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ദിനാചരണം. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിലും ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യം നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. ശാസ്താംകോട്ട ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 19 ജനുവരി 1 മുതലുള്ള DA നമുക്ക് കിട്ടാനുണ്ട്. അന്ന് പെൻഷൻ പരിഷ്കരണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട DA 4 ഭാഗങ്ങളായി തരുമെന്ന് പറഞ്ഞു. അതിൽ 2 ഭാഗമേ തന്നിട്ടുള്ളൂ. ബാക്കി 2 കാര്യത്തിന്റെ കാര്യം ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു. പരിഷ്കരണത്തിന്റെ 4 ഭാഗത്തിൽ 3 ഭാഗം തന്നു, 1 ഭാഗം ഇപ്പൊ തരാമെന്ന പറ്റിൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് DAയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഇതിന് ശേഷം 2021 ജൂലൈ തൊട്ടുള്ള നമുക്ക് 2% ഗഡു DA ജനുവരി തൊട്ടും ജൂലൈ തൊട്ടുള്ള 2 ഗഡു DA അനുവദിച്ചു. അതിന്റെ 39 മാസവും 40 മാസവും അതിന്റെ കുടിശ്ശികയെ പറ്റി പറയുന്നില്ല, കുടിശ്ശിക തന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തിട്ടില്ല. നിയോജക മണ്ഡലം പ്രസിഡന്റ് അർത്തിയിൽ അൻസാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ N സോമൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം സെക്രട്ടറി KG ജയചന്ദ്രൻ പിള്ള, നേതാക്കളായ SS ഗീതാഭായ്, ഷൂർനാട് വാസു, D ബാബുരാജൻ, ലീലാമണി, M അബ്ദുൾ സമദ്, മുഹമ്മദ് ഖഫീന, ഉണ്ണികൃഷ്ണപിള്ള, ഷൂർനാട് രാധാകൃഷ്ണപിള്ള, ജോൺ മത്തായി, സുരേഷ് പുത്തൻമഠം, TA സുരേഷ് കുമാർ, കാക്കാക്കുന്ന് രാധാകൃഷ്ണൻ, MS സലീം, KP ബാലചന്ദ്രൻ, സന്തോഷ് കുമാർ, M ജോർജ്, ജോൺ പോൾ, K സാവിത്രി, യശോദ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി ബജറ്റിന്റെ പകർപ്പും കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.